Good afternoon, teacher. Okay. ആരാ ജാസ്മിനും തുഷാരിയാണല്ലോ എത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ അവരൊക്കെ? ബ്രേക്ക് എടുക്കാൻ പോയതാണോ? തന്നെ ടീച്ചർ. ഓക്കെ, നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഈ ഡയാലിസിസ് ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ ഓക്കെ ടീച്ചർ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാം നമുക്ക്. ഓക്കെ, നോട്ടൊക്കെ എടുക്കട്ടോ. ഓക്കെ, റെഡി ആയോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് that filters filters that filters and purifies 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 the blood using a machine. Dash is a treatment that filters and purifies the blood using a machine. Options ഞാൻ വായിക്കാം. ഫ്ലൂറോസ്കോപ്പി. ഓപ്ഷൻ എ ആണ് ഫ്ലൂറോസ്കോപ്പി. FLUROSCOPY. ഫ്ലൂറോസ്കോപ്പി. സെക്കൻഡ് ഓപ്ഷൻ ബി ആൻജിയോഗ്രാഫി. ANGIOGRAPHY. ആൻജിയോഗ്രാഫി. ഓപ്ഷൻ സി ഡയാലിസിസ്. DIALYSIS. ഡയാലിസിസ്. ഓപ്ഷൻ ഡി എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോഗ്രാം. ECHOCARDIOGRAM. എക്കോകാർഡിയോഗ്രാം. ഫ്ലൂറോസ്കോപ്പി, ആൻജിയോഗ്രാഫി, ഡയാലിസിസ്, എക്കോകാർഡിയോഗ്രാം. ഏതാണ് ആ കറക്റ്റ് ആൻസർ? ഡയാലിസിസ്. Dialysis that purify the blood using a machine. Dialysis. Previous year la ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡയാലിസിസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. സെക്കൻഡ് വൺ. Which organ purify the blood? Which organ purify the blood? ഏത് ഓർഗനാ? കിഡ്നി. കിഡ്നീസ്. ടീച്ചർ ക്വസ്റ്റ്യൻ ബ്ലഡ് വരെയുള്ളോ? എന്തോ? അത്രേ ഉള്ളൂ. വിച്ച് ഓർഗൻ പ്യൂരിഫൈ ദ ബ്ലഡ്? ഏത് ഓർഗൻ ആണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ? ഏതാണ്? കിഡ്നി.
Okay, next question. How big are your kidney? How big are your kidney? ഓപ്ഷൻ എഴുതണമെന്നില്ല കേട്ടോ, കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. ഹൗ ബിഗ് ആർ യുവർ കിഡ്നി? ഓപ്ഷൻ എ, about the size of your head. നമ്മുടെ ഹെഡിന്റെ സൈസ് ആണ്. About the size of your fist. About the C, option C, about the size of your eye. Option D, none of the above. എത്രയാ ആ കിഡ്നിയുടെ സൈസ് എങ്ങനെയാ പറയുന്നേ? സൈസ് ഓഫ് എ ഫിസ്റ്റ്. ഫിസ്റ്റ്, മുഷ്ടിയുടെ, നമ്മുടെ കൈ മുഷ്ടിയുടെ ആകൃതിയാണ്. about the size of your fist. FIST, fist. Fist. Next question. Where, WHERE, where are your kidneys? Where are your kidneys? ആ കിഡ്നി ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ആ സ്ഥാനം ചോദിച്ചേക്കുന്നത്, എവിടെയാണെന്നുള്ളത് ചോദിച്ചേക്കുന്നത്. Where are your kidneys? ഓപ്ഷൻസ് വായിക്കാം. നിങ്ങൾ ഓപ്ഷൻസ് എഴുതണമെന്നില്ല, നിങ്ങൾ കറക്റ്റ് ആൻസർ എടുത്ത് എഴുതിയാൽ മതി. On either side of your stomach. On either side of your stomach. B, in your back, just below your rib cage. C, in your back, behind your lungs. Option D, none of the above. Just below the rib cage. Just in your back, just below the rib cage. In your back, just below your rib cage. Next one. Acute renal failure means, acute renal failure means, the mean ചെയ്യുന്നേ patient who have recently lost kidney function. Patients who have recently lost kidney functions. Next, chronic or end stage chronic, CHRONIC, chronic or end stage renal failure means, chronic or end stage renal failure means patient who have permanently lost kidney function. Patients who have പെർമനന്റ്ലി, സ്ഥിരമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതി കഴിഞ്ഞ ടീച്ചർ. expand, 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 AKI, expand, AKI. expand ചെയ്ത് എഴുതിക്കോ. എന്താണ് എക്സ്പാൻഡ്? എക്സ്പാൻഷൻ ഫോം ഏതാ? AKI, acute kidney injury. ഓക്കെ, acute kidney injury. ഓപ്ഷൻസ് എല്ലാത്തിനും തരുന്നില്ല കേട്ടോ, കറക്റ്റ് ആൻസർ മാത്രമേ വൺ വേർഡ്സ് ആയിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി എടുത്താൽ മതി. ഓപ്ഷൻസ് കൂടി തരുമ്പോൾ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതിയെടുക്കുക. ഓപ്ഷൻ ഏതായാലും നമുക്ക് കറക്റ്റ് അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. AKI, acute kidney injury.
നെക്സ്റ്റിൽ എഴുതിക്കോ എക്സ്പാൻഡ് ESKD. എക്സ്പാൻഡ് ESKD. ESKD. എക്സ്പാൻഡഡ് ഫോം എന്താ? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഇത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോണം കേട്ടോ. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഇതെല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് എല്ലാ ആൻസറും പഠിക്കണം. ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. അതുകൊണ്ട് നമ്മൾ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതിയെടുക്കാനും അതിന്റെ ഒപ്പം തന്നെ പഠിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് എഴുതുക. ഓക്കെ. ESKD, end stage kidney disease. Okay, next question. Intravenous fluid, INTRAVENOUS. Intravenous fluids given through the dash. Given through the dash. Intravenous fluids given through the ഏതാ എഴുതി കൊടുക്കുന്നേ? Given through the vein. Okay, very good. VEIN, vein. Intravenous fluids given through the vein. പിന്നെ അടുത്തത് നമ്മൾ ഫങ്ഷൻസ് പറഞ്ഞ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് കിഡ്നി. അപ്പൊ അതിന് ഞാൻ പ്രത്യേകം തരുന്നില്ല ഇനി ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് കിഡ്നി. താഴെ തന്നിരിക്കുന്നതിൽ കിഡ്നിയുടെ ഫങ്ഷൻ ഏതാണ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് കിഡ്നി. അപ്പൊ 3 ഇപ്പൊ കിഡ്നിയുടെ ഫങ്ഷൻസ് തന്നിട്ട് ഒരെണ്ണം വേറെ ഏതെങ്കിലും തരാം. അപ്പൊ അത് അങ്ങനെ ഏത് ചോദിച്ചാലും എഴുതാൻ പാകത്തിന് അത് പഠിക്കുക. അപ്പൊ ഫങ്ഷൻസ് തന്നേക്കുന്ന 1 by 1 ആയിട്ട് പോയിന്റ് ഇട്ട് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഫങ്ഷൻസ് നോക്കുക. ഒന്നില്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻസ് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലാത്തത് ഏതാണെന്നും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം തരുന്നില്ല. Next. ഇതും പ്രീവിയസ് ഇയറില് ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് dialysis is called hemofiltration. അവിടെ എത്തണേ ഉള്ളൂ നമ്മൾ കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. Which type of dialysis is called hemofiltration? Which type of dialysis is called hemofiltration? അതിന്റെ ഓപ്ഷൻസ് കൊടുത്തത് IPD, CAPD. ഓപ്ഷൻ ബി കൊടുത്തത് CAPD. ഓപ്ഷൻ സി കൊടുത്തത് CRRT. ഓപ്ഷൻ ഡി കൊടുത്തത് CCPD. Which type of dialysis is called hemofiltration? ഏത് ഡയാലിസിസ് ആണ് ഹീമോഫിൽട്രേഷൻ അറിയപ്പെടുന്നത്? CRRT. ഓക്കെ, ഓപ്ഷൻ സി CRRT. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
In the next question, okay. Next question. A surgical connection, a surgical connection, a surgical connection between surgical connection between an artery, A-R-T-E-R-Y, artery, and a vein, and a vein is called dash. A surgical connection between an artery and a vein is called dash. AV fistula. Okay, very good. AV fistula. AV fistula. AV fistula. A surgical connection between an artery and a vein is called AV fistula. AV fistula. Fistula. Next question. Dash is the connection. Dash is the connection of a vein of a vein of a vein of a vein and an artery vein and an artery that uses a hollow 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 synthetic tube. Hollow synthetic tube. AV graft. AV graft. AV graft. GRAFT. Dash is the connection of the vein and an artery that uses a hollow synthetic tube. AV graft. AV graft. Next question. Which type of access access used for which type of access used for short-term SHORT, short-term hemodialysis? Which type of access used for short-term hemodialysis? ഏത് access ആണ് ഉപയോഗിക്കുന്നതാണ്? Vascular access. Vascular access catheter. Short-term hemodialysisന് ഉപയോഗിക്കുന്നത് vascular access catheter. VASCULAR. Vascular access. ACCESS. Catheter. 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 Vascular access catheter. Vascular access catheter. Next question. People, P-O-P-L-E, people who receive, RECEIVE, receive AV graft, will be ready in, READY, ready in
2 to 3 weeks. Ready in dash എന്നായിരുന്നു കേട്ടോ. People who receive AV graft will be ready in dash. എത്ര ടൈമിംഗ് കൊണ്ട് അവിടെ റെഡി ആവും? 2 to 3 weeks. 2-3 ആഴ്ചകൾ കൊണ്ട് റെഡി ആവും. Ready in 2 to 3 weeks. 2 to 3 weeks. Next question. The lining, L-I-N-I-N-G, the lining of abdomen, the lining of abdomen is called dash. The lining of abdomen is called dash. ഏതാണ് ലൈനിങ്ങിന് പറയുന്ന പേരെന്താ? പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയം. പെരിറ്റോണിയം. അബ്ഡോമിന്റെ ലൈനിങ് പറയുന്നതാണ് പെരിറ്റോണിയം. പെരിറ്റോണിയം. PERITONEUM. പെരിറ്റോണിയം. The lining of abdomen is called peritoneum. Next question. In which dialysis the blood is purified? PURIFIED. Blood is purified inside your own body. YOUR, your own, OWN, your own body, instead of INSTEAD, instead of using a dialyzer machine. DIALYZER, dialyzer machine. In which dialysis the blood is purified inside your own body instead of using a dialyzer machine. ഏത് ഡയാലിസിസ് ആണ്? മെഷീൻ ഇല്ലാതെ ബോഡി തന്നെ ഡയാലിസിസ് ചെയ്യുന്നത് ഏത് ഡയാലിസിസ് ആണ്? മെഷീന് കൂടാതെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഡയാലിസിസ് ചെയ്യുന്നത്. ഡയാലിസർ മെഷീന് പകരമായിട്ട് ബോഡിയുടെ ഉള്ളിൽ തന്നെ ഡയാലിസിസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഡയാലിസിസാ? ഹീമോഡയാലിസിസ് ആണോ? ഏത് ടൈപ്പ് ഡയാലിസിസിലാ? The blood is purified inside your own body instead of using a dialyzer machine. 3 ഡയാലിസിസ് അല്ലേ പഠിച്ചത്? ഹീമോഡയാലിസിസ് പഠിച്ചു, പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചു, CRRT പഠിച്ചു അല്ലെ? ഇതിനകത്ത് ഏത് ഡയാലിസിസിലാ? ഹീമോഡയാലിസിസിലാണോ? മെഷീൻ ഇല്ലാതെ ഡയാലിസിസ് ചെയ്യുന്നത് ഏതിലാ? വയറിന്റെ അകത്തേക്ക് ലൈനി കടത്തിവിട്ട് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നത് ഏത് ഡയാലിസിസാ? പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ആ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. മറ്റേ നമ്മൾ ഹീമോഡയാലിസിസിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് AV ഫിസ്റ്റില് അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ അതിക്കടെ ബ്ലഡ് എടുത്ത് നമ്മൾ ആ ഡയാലിസിസ് മെഷീനിൽ ഇട്ടിട്ടല്ലേ ഡയാലിസിസ് നടത്തിയിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ബോഡിയിലേക്ക് കടത്തുന്നത്. അവിടെ ഡയാലിസിസ് മെഷീൻ വേണം. ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസില് ഡയാലിസർ മെഷീൻ വേണ്ട.
അവിടെ വയറിന്റെ അകത്തേക്ക് തന്നെ ആ കത്തീറ്ററിൽ കൂടെ ആ എന്താ പറയാ ആ സൊല്യൂഷൻ വയറിന്റെ അകത്തേക്ക് കടത്തിയിട്ട് അവിടെ 3-4 മണിക്കൂർ ആ സൊല്യൂഷൻ കിടക്കുമ്പോ ആ സൊല്യൂഷനാണ് എന്ത് ആ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അല്ലെങ്കിൽ അധികമുള്ള എന്താ വാട്ടർ മറ്റുള്ള മെറ്റീരിയൽസിനെയൊക്കെ അബ്സോർവ് ചെയ്തെടുക്കുന്നത്. അവിടെ മെഷീൻ അല്ല. അപ്പൊ അതുകൊണ്ട് മെഷീന് പകരമായിട്ട് പകരം ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മുടെ ബോഡി തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഡയാലിസിസ് ഏതാണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. മനസ്സിലായില്ലേ? പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ഓരോന്നും തരുന്നില്ല. അവിടെ ആ നമ്മൾ പഠിച്ച 3 ഇവിടെ 3 പഠിച്ച് അതിന്റെ 3ന്റെയും എക്സ്പാൻഡഡ് ഫോം എഴുതണം. എക്സ്പാൻഡ് CAPD, എക്സ്പാൻഡ് CCPD, എക്സ്പാൻഡ് IPD. അത് മറക്കരുത്. അത് 3ന്റെയും എക്സ്പാൻഷൻ ഫോം, എക്സ്പാൻഡഡ് ഫോം നമ്മൾ നോക്കണം. എന്താ ഇനി ഓരോന്നും ഞാൻ തരുന്നില്ല. ഒന്നും കൂടെ പറയാമോ? ഇപ്പൊ പറഞ്ഞതാണോ? ഇപ്പം പറഞ്ഞതാ. എന്നാ ഒന്നുകൂടി നിങ്ങൾ എഴുതിയെടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. എക്സ്പാൻഡ് CAPD. സാറില്ല, ഒരു പ്രാവശ്യം കൂടി എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾ അത്രയും പഠിച്ചോളൂ അല്ലോ. എക്സ്പാൻഡ് CAPD. അതിന്റെ താഴെ എക്സ്പാൻഡ് ചെയ്തോ. എക്സ്പാൻഷൻ ഫോം ഏതാ? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എക്സ്പാൻഡ് CAPD. അതിന്റെ ആൻസർ എഴുതാം. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. സ്പെല്ലിംഗ് നോക്കി എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് CCPD. എക്സ്പാൻഡ് CCPD. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD. നെക്സ്റ്റ് എക്സ്പാൻഡ് IPD. Expand IPD, intermittent peritoneal dialysis. Okay. Next question. The clinical place in which treats the patients with renal failure. The clinical place in which treats the patients with renal failure. Dialysis center. ടീച്ചർ ഇത് മോക്ക് ടെസ്റ്റിലുണ്ട് ക്വസ്റ്റ്യൻ. മോക്ക് ടെസ്റ്റില് ഉണ്ടായിരുന്നല്ലേ? The clinical place in which treat the patient with the renal failure, dialysis center.
ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അതിനകത്ത്. പിന്നെ അഡ്വാൻറ്റേജ് ബെനിഫിറ്റ്സ് ഒക്കെയാണ്, അത് നോക്കണം. പിന്നെ അതിനകത്ത് ഈ ആഫ്റ്റർ ഇഫക്ട്സ് അത് ഞാൻ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഇതിലേക്ക് എഴുതിയിട്ടില്ല. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ആഫ്റ്റർ ഇഫക്ട്സ് ഏതൊക്കെയാണ്, ഹീമോഡയാലിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഏതൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പിന്നെ എന്താ പറയാ, ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. അതിനകത്ത് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതെല്ലാം സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെയാണ് ആ ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ആരുടെ ആയാലും ആ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പിന്നെ പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് ഏതാണ്? അതിനിപ്പോ അത് നിങ്ങൾ ആ പോയിന്റ്സ് തന്നെ നോക്കിയാൽ മതി. ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു ഞാൻ ക്വസ്റ്റ്യൻ തന്നല്ലോ. പിന്നെ വേറെ അതിനകത്തുനിന്ന് നോക്കട്ടെ, അത്രയൊക്കെയാണ് അതിനകത്തും. CAPD, എക്സ്പാൻഡ് CAPD, അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെ അതിനകത്ത് വന്നേക്കുന്ന എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ആയിട്ട് ചോദിച്ചേക്കുന്നേ. എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. ഇവിടെ ഓപ്ഷൻ ഒന്ന് നോക്കിയേ, ഇത് നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. പേഷ്യന്റ് ഹു ഹാവ് സഡൻ ലോസ്റ്റ് ഓഫ് കിഡ്നി ഫംഗ്ഷൻ, പേഷ്യന്റ് ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ, പേഷ്യന്റ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഇതിനകത്ത് ഏതാ എൻഡ് സ്റ്റേജിൽ വരുന്നത്? ഏതാ എൻഡ് സ്റ്റേജ്? പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. പിന്നെ അതിനകത്ത് ഇതിന് ചോദിച്ചേക്കുന്നേ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് നമ്മൾ, വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് കോൾഡ് ഹീമോഫിൽട്രേഷൻ, CRRT. പിന്നെ അതിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഉള്ളത്. അത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിലും ഉണ്ടല്ലോ, അപ്പൊ അതും ഇതും നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ 30 ആണ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്താ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ചാപ്റ്റർ 30 ആണ് കേട്ടോ. ഹെഡിങ് എഴുതിക്കോ, ചാപ്റ്റർ 30 ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്താ വേടി കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായേ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്താ മനസ്സിലായേ? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻസ് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ, അതിനാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് അല്ലെ. നമ്മളൊരു ഒരു ഡിസീസ് ആയി കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമൊക്കെ അവിടെ നിന്ന് ചിലപ്പോ ബൈ ചാൻസ് എന്തെങ്കിലും അവിടുത്തെ ക്ലിനിക്കൽ സെറ്റിങ്സ് ശരിയല്ലെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ പല സാഹചര്യങ്ങളും പറയുന്നുണ്ട്. പേഷ്യൻസിന്റെ മറ്റുള്ള പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ യൂറിനൊക്കെ പോകാൻ ട്യൂബ് ഇടൂലേ, ഈ യൂറിൻ സാധാരണ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്യൂബ് ഇടൂലേ, കത്തീറ്റർ, യൂറിനറി കത്തീറ്റർ, ട്യൂബ് ഇടുന്ന പേഷ്യൻസിന് ചിലപ്പോ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാറില്ലേ? കുറച്ച് ദിവസമൊക്കെ ട്യൂബ് ഇങ്ങനെ അടുപ്പിച്ചിടുമ്പോ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ ആണ്. അല്ലെങ്കിൽ ചിലർക്ക് സർജറി ഒക്കെ കഴിയുമ്പോൾ ചില എന്തെങ്കിലും അണുബാധ കാര്യങ്ങൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. ബൈ ചാൻസില്
അങ്ങനെ വന്നെന്നില്ല. അപ്പൊ എന്തു ആവട്ടെ, അങ്ങനെ എന്ത് റീസൺ, അത് കുറെ കോസസ് ഒക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Hospital acquired infection is also known as nosocomial infection. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്, എന്താണ് അറിയപ്പെടുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താണ്? നോസോകോമിയൽ. എന്താണ് ആ വേർഡ്? നോസോകോമിയൽ. നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോക്കിയേ, the word nosocomial is derived from the Latin word. ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ വേർഡ് ഏതാ നോക്കിയേ? നോസോകോമിയോൺ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അപ്പോ നോസോകോമിയൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ. എന്താണ് മീനിങ് നോക്കിയേ? വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. അപ്പൊ നോസോകോമിയോൺ എന്ന് പറഞ്ഞ എന്താ പറയാ, ആ ലാറ്റിൻ വേർഡ്, ആ നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. എന്താണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്? എന്താണ് മീനിങ്? വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്നാണ് മീൻ ചെയ്യുന്നത്. The word nosocomial is derived from the Latin word and which means hospital. Okay, is an infection that is occurred in a hospital or other clinical or other health care facility. It is also called, അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, which means hospital. അതുവരെ ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഇനി നോക്കിയേ, അവിടെ ഒരു ചെറുതായിട്ട് നിങ്ങൾ ചെയ്യണം. അവിടെ which means hospital derived from the Latin word which means hospital. ഇനി നമ്മള് ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസ് ആൻ ഇൻഫെക്ഷൻ. ഓക്കെ, കറക്റ്റ് ചെയ്തിട്ടുണ്ട് കോപ്പി. നോക്കിയേ, ഈസ് ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് അക്വേർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഈ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് അക്വയർ ചെയ്യുന്നതെന്ന് നോക്കി. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന്, അല്ലെങ്കിലോ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, മറ്റുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയർ നൽകുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എന്താണ് പറയപ്പെടുന്ന മറ്റൊരു പേര്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എന്തുകൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നാകാം, അല്ലെങ്കിൽ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, മറ്റുള്ള ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആകാം ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ നോക്കിയേ, എത്ര പേരുകളാ നോക്കിയേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇത് മൂന്നും ഒറ്റ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ ഒക്കെയാണ് ഈ ഇൻഫെക്ഷൻ കിട്ടുന്നത്, അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, such an infection may be occurred in hospital. ഇനി എവിടെ നിന്നൊക്കെ ഈ ഇൻഫെക്ഷൻ വരാം? അക്വേർഡ് ഇൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങൾ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, മറ്റുള്ള പുനരധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നഴ്സിംഗ്
ഹോമിൽ നിന്ന്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക് മറ്റുള്ള ക്ലിനിക്കുകൾ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറിയിൽ നിന്ന് നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കൂലേ, അത് ഡയഗ്നോസ് ചെയ്യാൻ ആ ലാബോറട്ടറികളിൽ നിന്ന്, ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ് മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നൊക്കെ ഈ ഇൻഫെക്ഷൻ വരാം. കണ്ടാ, ഇപ്പൊ എവിടെ നിന്നൊക്കെ ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്? അക്വേർഡ് ഇൻ ഒന്നിലെ ഹോസ്പിറ്റലിൽ നിന്നാവാം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ നിന്നാകാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നാവാം, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറിയിൽ നിന്നാവാം, ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ് മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സ് നിന്നൊക്കെ ആകാം ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത്. Infection is spread to the affected patient in the clinical settings by many means. Okay, ഈ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന്, ഇപ്പൊ ക്ലിനിക്കൽ സെറ്റിംഗ്സ് കറക്റ്റ് ശുചിയായിട്ടുള്ള ഇതല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് പല വഴിയിലൂടെ ബൈ മെനി മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് പല വഴിയിലൂടെ തന്നെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. Infection is spread to the affected patient to the clinical settings by many means. പല മാർഗങ്ങളിലൂടെ ഈ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന്, ക്ലിനിക്കൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലും ഹോസ്പിറ്റലാവാം, മറ്റുള്ള കേന്ദ്രങ്ങളൊക്കെ ആവാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളോ ലാബോറട്ടറിയോ എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് പല വഴിയിലൂടെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അത് ഏതൊക്കെ വഴികളാണെന്നാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. നോക്കിയേ, ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഹെൽത്ത് കെയർ സ്റ്റാഫ്, നമ്മൾ നോക്കുന്ന സ്റ്റാഫുകള്, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്റ്റാഫുകള് എന്താണ്, ഓൾസോ സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ, അവര് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബിസൈഡ് ടു ദ, അവരെങ്ങനെയൊക്കെയാണ് നോക്കിയേ സ്പ്രെഡ് ചെയ്യുന്നത്? ബിസൈഡ് ടു ദ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സർജറിക്ക്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും സിസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് എന്താ പറയാ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ ആ എക്യുപ്മെന്റ്സിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കാം. ഇപ്പൊ സിറിഞ്ചൊക്കെ ആണെങ്കിലും ഓരോ പേഷ്യന്റിനും ഇപ്പൊ പുതിയത് ആണ് എടുക്കുന്നത് അല്ലെ. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത സിറിഞ്ച് പിന്നെ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല അല്ലെ. മറ്റേ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ എടുക്കായിരുന്നു അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡീകണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, അത് പ്രോപ്പർ ആയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സിസർ അതിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ ജേംസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ അതുകൊണ്ട് നമ്മൾക്ക് സർജറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ ആ സ്റ്റാഫ് വഴി അല്ലെങ്കിൽ ആ നേഴ്സ് വഴി നമുക്ക് വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. പിന്നെ അതുകൂടാതെ ബെഡ് ലിനൻസ് എന്ന് വെച്ചാൽ തലയിണകള്, അവര് പില്ലോ കവർ ഒക്കെ തലയിണയും ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വിരിക്കൂലേ അല്ലെ. അപ്പൊ അത് പ്രോപ്പറായിട്ട് അത് എന്താ നമുക്ക് പുതിയ ബെഡ്ഷീറ്റും പില്ലോയൊക്കെ വന്ന് വിരിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ അല്ലെങ്കിൽ അപ്പൊ അതിൽ കൂടെ വേണമെങ്കിൽ വരാം. ആ ഒരു ഇതില് ബെഡ്ഷീറ്റുകള് അല്ലെങ്കിൽ തലയിണകള് അതിൽ നിന്നൊക്കെ വരാം. ഓർ എയർ ഡ്രോപ്ലെറ്റ്സ്, അവിടെ എന്നൊക്കെയാണ് അവിടെ വന്നേക്കുന്നത്, എയർ എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ വായുവിലൂടെ വേണമെങ്കിൽ വരാം. ഓർ എയർ എന്നാക്കുക, അത് എയർ ഡ്രോപ്ലെറ്റ്സിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ വരാം. ഇത് ആര് കാരണം സ്പ്രെഡ് ചെയ്യുന്നതാ? ഹെൽത്ത് കെയർ സ്റ്റാഫ് ഈ രീതിയിലൂടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കാം, അതിൽ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യാം. അവര് ഒന്നില്ലെങ്കിൽ നല്ല എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് വഴി, അല്ലെങ്കിൽ തലയിണകള് ബെഡ്ഷീറ്റുകള് അല്ലെങ്കിൽ എയർ ഡ്രോപ്സിൽ കൂടെ വായുവിൽ കൂടിയൊക്കെ ആണെങ്കിലും ഹെൽത്ത് കെയർ സ്റ്റാഫ് വഴി ഇൻഫെക്ഷൻ വരാം. It can also originated from the outside environment. Another infected patient, staff who are infected, or in some cases the source of infection cannot be ascertained. എന്ന് വെച്ചാൽ തിട്ടപ്പെടുത്തുക. അപ്പൊ എന്താ, ഇറ്റ് ക്യാൻ ഓറിജിനേറ്റഡ് ഫ്രം ദ, നമുക്കൊരു പുറമെയുള്ള ഒരു ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാം. അതെങ്ങനെയാ? മറ്റുള്ള ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന്,
ഇപ്പൊ നമ്മൾ ഒരു ഇൻഫെക്റ്റഡ് പേഷ്യന്റ് അവിടെ എന്താ ഹോസ്പിറ്റലിലുള്ള മറ്റു പേഷ്യന്റുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ വരാം. അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റിൽ നിന്ന് വരാം. അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ദ സ്റ്റാഫ് ഹു ആർ ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളിൽ നിന്ന് വരാം. ഓർ സം കേസസ് എന്ന ചില കേസിൽ ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കനോട്ട് ബി എസർട്ടൈൻഡ്. ചില കേസുകളിൽ ഇതിന്റെ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ വന്നേ എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ എവിടെ നിന്നാണ് ആ ഇൻഫെക്ഷൻ നമുക്ക് കിട്ടിയേ എന്നുള്ളത് നമുക്ക് ചില കേസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ. In certain cases, the microorganism emerged from the patient's own skin, becoming opportunistic after surgery. Opportunistic എന്ന് പറഞ്ഞാൽ അവസരം. അപ്പൊ അതായത് ഈ ചില കേസുകളിൽ പേഷ്യന്റിന്റെ ബോഡി തന്നെ വരാം ഇൻഫെക്ഷൻ. അത് എപ്പോഴാ? ബിക്കമിങ് ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി. സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. പ്രോപ്പറായിട്ട് ഈ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ, വൂണ്ട് കറക്റ്റ് ആയിട്ട് ഇതായില്ലെങ്കിൽ വേണമെങ്കിൽ ആ ഇൻഫെക്ഷൻ ആ സൈറ്റിലൂടെ വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ എന്താ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കീറി വെക്കല്ലേ, ആ ഒരു ഓപ്പണിംഗ് ആക്കി വെക്കുകയാണ്. അപ്പൊ പുറമേ നിന്നുള്ള ഔട്ട്സൈഡിൽ നിന്ന് വേണമെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ ഒക്കെ പോലുള്ള മൈക്രോ ഓർഗാനിസംസിന് വേണമെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാം. അപ്പൊ അങ്ങനെ ചില കേസുകളിൽ പേഷ്യൻസിന്റെ ബോഡി തന്നെ ഉണ്ടാക്കും. ഏത് കേസാണ്? ആഫ്റ്റർ സർജറി. സർജറിക്ക് ശേഷം ചിലരില് എന്താ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? അങ്ങനെ കേട്ടിട്ടില്ലേ? സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ ആ മുറിവിലൂടെ ചിലപ്പോ ഇൻഫെക്ഷൻ ഒക്കെ വരാം. അപ്പൊ സർജറി ചെയ്ത് അപ്പൊ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോ ഇൻഫെക്ഷൻ വരാലോ. ഈ മുറിവൊക്കെ ചിലപ്പോ പഴുക്കാനൊക്കെ ചാൻസ് ഇല്ലേ? എന്നുവെച്ചാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വൂണ്ടിൽ കൂടെ എന്തെങ്കിലും ഓർഗാനിസംസ് ഒക്കെ ഇൻഫെക്റ്റഡ് എന്തെങ്കിലും ഓർഗാനിസംസ് ഒക്കെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കയറുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് മുറിവൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട് എന്താ പറയാ കെട്ടിയൊക്കെ വെക്കും അല്ലെ, ഒരു സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അല്ലെങ്കിൽ ആ സർജറി കൂടെ ആ വൂണ്ടിൽ കൂടെ തന്നെ എന്താണ് ഇൻഫെക്ഷൻ കയറാനുള്ള ചാൻസ് ഉണ്ട്. Nosocomial infection shows a tendency to lack proof that it was present. A sentence ഒന്ന് ശ്രദ്ധിച്ചേ. Nosocomial infection shows a lack proof. അത് എന്താ പറയാ, ഇതിന് തെളിവില്ല. That it was present. ഇപ്പൊ പ്രസന്റില് ആ ഇൻഫെക്ഷൻ, ആ ഒരു പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോവാണ്, എനിക്ക് എന്താ ആ ഇൻഫെക്ഷൻ നേരത്തെ പ്രസന്റില് എനിക്ക് ആ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് എന്താ പറയാ, അതിനൊരു തെളിവില്ല. when the patient got into health care settings. അപ്പൊ ആ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഒരു രോഗമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ പേഷ്യന്റിന് പ്രസന്റില് ആ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാൻ ഒരു തെളിവുമില്ല. Thus meaning it was occurred in post admission. അതെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആ ഇൻഫെക്ഷൻ എവിടെ നിന്ന് കിട്ടിയെന്നാ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ? എവിടെ നിന്ന് കിട്ടിയെന്നാ നമുക്ക് പറയാൻ പറ്റുള്ളൂ? ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടിയതാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലാത്ത മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് ഞാനിപ്പോ എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ എനിക്ക് ആ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് തെളിയിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ആ പേഷ്യന്റിനെയൊക്കെ വിസിറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ എനിക്ക് ചില അസ്വസ്ഥതകൾ കാര്യങ്ങൾ വരികയാണ്, എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ആ ഇൻഫെക്ഷൻ കിട്ടിയെന്ന് പറയാലോ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ലേ? നമുക്ക് ഓൾറെഡി ആ ഇൻഫെക്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ അതുപോലെ നമ്മളിപ്പോ ഒരു എന്താ പറയാ പേഷ്യന്റ് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ പേഷ്യന്റിന് ആ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതിന് ഒരു പ്രൂഫും ഇല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അഡ്മിഷൻ, പോസ്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞ അക്വേർഡ്, ഇത് എവിടെ നിന്നാണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ നിന്നാണ് ആ ഇൻഫെക്ഷൻ കിട്ടിയെന്ന് നമുക്ക് അനുമാനിക്കാം. അതിനു മുന്നേ നമുക്ക് ഉണ്ട്, ആ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു തെളിവും ഇല്ല. അതാണ് ആ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ് ദാറ്റ് ഇറ്റ് വാസ് പ്രസന്റ്. ആ പ്രസന്റില് ആ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലേക്ക്, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു പേഷ്യന്റിന് അതിന് അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഒരു പ്രൂഫും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോ എന്താണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് മറ്റുള്ള കാരണങ്ങൾ കൊണ്ട്, ഇൻഫെക്ഷൻ അല്ലാത്ത മറ്റുള്ളൊരു കാര്യം കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കുറെ കേസുകൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യൻസിനൊക്കെ നമുക്കൊരു ഇൻഫെക്ഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നെല്ലാം പറയുന്നത്. മനസ്സിലായോ നിങ്ങക്ക്? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇനി ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? അത് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്? ആ വേർഡിന്റെ മീനിങ് എന്താണ്? അത് പറയുന്ന ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരുകൾ ഏതൊക്കെയാണ്? ഇനി ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പാരഗ്രാഫിൽ തന്നേക്കുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. The exam was over. The exam was over. The student left on the floor. Left on the അയച്ചു കഴിഞ്ഞോ? കഴിഞ്ഞിരിച്ചു. ഇപ്പൊ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാ? ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടും? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ is also known as നോസോകോമിയൽ ഇൻഫെക്ഷൻ. It is also called health care associated infection. Okay, what is the meaning of nosocomial? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ആണ്. പിന്നെ വേറെ അതിനകത്ത് എവിടെ നിന്നൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്, നമ്മൾ എന്തായാലും ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ
എന്താ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു പേഷ്യന്റിന് ഈ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്വയർ ചെയ്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്താണ്. അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടിയ ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് അതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. ഇനി നോക്കിയേ, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നോക്കിയേ, ഫോർ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ദ ഇൻഫെക്ഷൻ മസ്റ്റ് എറൈസ്. എവിടെ നിന്നൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ആ ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാൻസിലാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതിനകത്ത് ഒരു എക്സ്പാൻഡഡ് ഫോം അവിടെ ഉണ്ട് കേട്ടോ. എക്സ്പാൻഡ് HAI ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സ്പാൻഡഡ് ഫോം. ഇനി നോക്കാം, അപ്പൊ എവിടെ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഏത് ചാൻസിലാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് കേസ് പറയുന്നത് അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂറിനുള്ളില് 48 മണിക്കൂർ വരെ ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമുള്ള 48 hours വരെ, 48 മണിക്കൂറിന് 2 ദിവസം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആയി 2 ദിവസം വരെയും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. രണ്ടാമത് നോക്കി, അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം നമുക്കൊരു എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് പറയാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ എത്രയാണ്? 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം 3 ദിവസം വരെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഇപ്പൊ ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞത്? അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ, അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത് പറയുന്നത് അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം വരെ. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിന് നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അടുത്ത് നോക്കിയേ, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ റീസൺസ് എക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ. നമ്മളൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ, അതായത് ഹെൽത്ത് കെയർ തരുന്ന ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുകയാണ്. വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ റീസൺ എക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങളാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, അതായത് ഇൻഫെക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങൾ ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ആണ്. ഇൻഫെക്ഷൻ അല്ലാതെ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ 3 കേസസ് ആണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസിൽ വരുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡിസീസ് ആണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നത്? ഫസ്റ്റ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താ വെച്ചാൽ മൂത്രാശയ അണുബാധ. അതാണ് ഞാൻ പറഞ്ഞ കുറെ ദിവസങ്ങളൊക്കെ ഈ കത്തീറ്റർ, യൂറിനറി കത്തീറ്റർ, മൂത്രം പോകാനായിട്ട് ട്യൂബൊക്കെ ഇടുന്ന പേഷ്യൻസിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഫെക്ഷൻ കേട്ടിട്ടില്ലേ നിങ്ങള്? മൂത്രമൊക്കെ പോവാനായിട്ട് ട്യൂബ് ഇടുന്ന പേഷ്യൻസിന് കുറച്ച് ദിവസമൊക്കെ അടുപ്പിച്ച് ട്യൂബ് ഇട്ട് കഴിയുമ്പോൾ അവർക്ക് ഓൾറെഡി ആ ഭാഗത്ത് അവിടെ ഒരു ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഏതിൽ വരുന്നതാണ്? നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ അത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോട്ടോ. അത് ഓരോന്നും എന്താണെന്ന് ഒറ്റ സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ.
ഇവിടെ ഹെഡിങ് കൊടുത്ത മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് 1 by 1 ആയിട്ട് എഴുതിക്കോ. അപ്പൊ ഏതൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാം, ഏതൊക്കെ ഇൻഫെക്ഷൻസ് ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഹെഡിങ് കൊടുത്തിട്ട് ഒറ്റ സെന്റൻസ് എഴുതിക്കോ. ജസ്റ്റ് അത് ആ ഇൻഫെക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ് എന്നുള്ളത് ഒരു ലൈനിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് എഴുതാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. An infection in any part of the an infection in any part of the urinary system. An infection is any part of the urinary system. The kidneys lava, bladder lava, or urethra. അത് എഴുതണമെന്നില്ല, അത്ര എഴുതിയാൽ മതി. ആ ഇൻഫെക്ഷൻ ഇൻ എനി പാർട്ട് ഓഫ് ദ യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന, അതിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്ന ആ ഇൻഫെക്ഷനെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് നോസോകോമിയൽ ഇൻഫെക്ഷന് ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എഴുതിയാ? ഹെഡിങ് കൊടുത്താ? എഴുതി ടീച്ചർ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് that occur OCCUR that occur in the wound, WOUND, മുറിവ്. occur in the wound created by CREATED, created by an invasive INVASIVE, ആക്രമണാത്മകമായ എന്നാണ് ഇൻവാസീവിന്റെ മീനിങ്. ഇൻവാസീവ് സർജിക്കൽ പ്രൊസീജിയർ. Infection that occurs in the wound created by an invasive surgical procedure. അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സർജറിയിലൂടെ, ആ സർജിക്കൽ വൂണ്ടിലൂടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ അത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അത് നോസോകോമിയൽ ഇൻഫെക്ഷന് ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കിയേ, 3 ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. സ്പെല്ലിംഗ് നോക്കാട്ടോ. GASTROENTERITIS, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. എന്താ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്? ഗ്യാസ്ട്രോ ആമാശയത്തിലും അതുപോലെ തന്നെ കുടലിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു വീക്കം ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. സ്റ്റൊമക്കില് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അപ്പൊ അതും നോസോകോമിയൽ ഇൻഫെക്ഷന് ഒരു ഉദാഹരണമാണ്. എഴുതിക്കോ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. An infection or ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ ഒരു വീക്കം, ഒരു ബൾജ് ചെയ്ത് വരുന്ന പോലെ. ഇൻഫ്ലമേഷൻ, INFLAMMATION,
an infection or inflammation of the digestive tract. Digestive tract. TRACT. Digestive tract. Particularly PARTICULARY. Particularly the stomach and intestine. Particularly പ്രത്യേകിച്ച് എവിടെയാണ് സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും കുടലിലും ഒക്കെ വരുന്ന ഒരു വീക്കം. Particularly the stomach and intestine. INTESTINES. intestines. അത് ബാക്ടീരിയ മൂലോ അല്ലെങ്കിൽ വൈറസ് മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ, ഡ്രഗ്സ്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ മൂലം ഈ ഇൻഫെക്ഷൻ വരാം. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. ആൻ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, particularly the stomach and intestine. ഇതിനാണ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ. ആ ലെയറിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അതും ഇതുപോലെ വൈറസോ ബാക്ടീരിയയോ ഫംഗസ് ഒക്കെ ആകാം ഇതിന്റെ ഒരു കോസ് എന്ന് പറയുന്നത്, ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം. ഓക്കെ. പിന്നെ അതുകൂടാതെ വേണമെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ ബോഡി സെക്രീഷനിലൂടെ അങ്ങനെയും വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. മെനിഞ്ചൈറ്റിസ് എന്റെ എഴുതിക്കോട്ടാ. മെനിഞ്ചൈറ്റിസ് meningitis meningitis is a disease meningitis is a disease caused by the inflammation caused by the inflammation of the protective membranes. MEMBRANES. protective membranes covering the brain and spinal cord. Meningitis is a disease caused by the inflammation of the protective membranes covering to the brain and spinal cord. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ലെയറിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, ഒരു വീക്കം, അതിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസ്. ഇനി ലാസ്റ്റ് വൺ ആണ് ന്യൂമോണിയ. ന്യൂമോണിയ അറിയാലോ? ന്യൂമോണിയ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയാ, ഒരു ഇൻഫെക്ഷൻ. ന്യൂമോണിയ PNEUMONIA. എഴുതിക്കോ. ന്യൂമോണിയ ഈസ് inflammation 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 and fluid in your lungs. fluid FLUID. കഫക്കെട്ടൊക്കെ ഉണ്ടാവില്ലേ? കഫക്കെട്ട് നെഞ്ചില് കഫക്കെട്ടൊക്കെ ഉണ്ടായിട്ട് അത് ന്യൂമോണിയ ആയി മാറാം. ആൻഡ് fluid in your lungs caused by a bacterial
ബാക്ടീരിയൽ, വൈറൽ, വൈറസുകൾ, വൈറൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻ, ഫംഗസുകളാവാം, ഫംഗൽ ഇൻഫെക്ഷൻ. Pneumonia is inflammation and fluid in your lungs caused by bacterial, viral or fungal infection. ഇത്രയും ഡിസീസുകളാണ് ഏതിനകത്ത് വരുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. പിന്നെ അതുകൂടാതെ ഒരെണ്ണം കൂടി നിങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തോ, സ്കിൻ ഇൻഫെക്ഷൻ, സ്കിൻ ഡിസീസ്, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഈ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താം. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നത് സ്കിൻ ഇൻഫെക്ഷൻ വന്നപ്പോ അവർക്കൊരു കൺഫ്യൂഷനായി. സ്കിൻ ഇൻഫെക്ഷനും ഈ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ ഉൾപ്പെടുത്താം. അത് ഇതിൽ തന്നിട്ടില്ല, അതും കൂടി നിങ്ങൾ ചേർത്തോ, സ്കിൻ ഇൻഫെക്ഷൻ. അപ്പോ ഏതൊക്കെയായിരുന്നു നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നത്? ഏതൊക്കെ ഇൻഫെക്ഷൻസ് ആണ്? ഏതൊക്കെയാ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ന്യൂമോണിയ, സ്കിൻ ഇൻഫെക്ഷൻ. സ്കിൻ ഇൻഫെക്ഷനും നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷനിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയാണ് നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, എഴുതി വിഷമിച്ചാ? ഇല്ല ടീച്ചർ. ഇല്ല. ഇനി അടുത്തത്, the symptoms for this infection may consist of. ഇനി ഇതിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് വരാനുള്ള ചാൻസുകൾ നമ്മൾ പറഞ്ഞു, പിന്നെ അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോസോകോമിയൽ ഇൻഫെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് 6 നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ സിംറ്റംസ് ആ പറഞ്ഞേക്കുന്നത്. The symptoms for this infection may consist of. അതിന്റെ സിംറ്റംസുകൾ ഫസ്റ്റ് വൺ നോക്കിയേ, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ട് എന്ന് വെച്ചാൽ WOUND, വൂണ്ട്, മുറിവ്. മുറിവിൽ നിന്ന് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു ദ്രാവകം മുറിവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ എന്താ പറയാ, ഇങ്ങനെ പഴുപ്പില്ലേ, അങ്ങനെ വരിക. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. അതാ നമ്മൾ പറഞ്ഞത്, ഈ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ, ഇത് സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയില്ല, എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അവിടെ നിന്ന് പതുക്കെ ഒരു ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കണോരെ, ഒരു മുറിവിൽ നിന്നൊരു എന്താ പറയാ, ഒരു പഴുപ്പ് പോലെ ഇങ്ങനെ വരൂലേ, ഒരു വെള്ളം പോലെ ഇങ്ങനെ വരാൻ ഇതുണ്ട്. അപ്പൊ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വൂണ്ടിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് ഒരു ദ്രാവകം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ അത് ഇതിന്റെ ഒരു സിംറ്റംസ് ആണ്. ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഒരു സിംറ്റംസിൽ പറയാം നമുക്ക്. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, വൂണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഫ്ലൂയിഡാ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും. പിന്നെ രണ്ടാമത്തെയാണ് ഫീവർ, അറിയാലോ ഫീവർ. പിന്നെ കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. കഫ് എന്ന് പറഞ്ഞ എന്താ? കഫ്, ചുമ അല്ലെ? അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചുമച്ച് നമുക്ക് നല്ല ശക്തിയായി ചുമ വരുമ്പോൾ ചുമച്ച് നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ, ചുമച്ച് ശ്വാസം മുട്ടുപോലെ തോന്നുന്ന ഒരവസ്ഥ, അതാണ് ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചുമയൊക്കെ വരുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെ പോലെ തോന്നൂലേ ചുമച്ച്? അത് ഒരു ഫീല്, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം മുട്ടല് തോന്നല്, ശ്വാസം കിട്ടാത്തൊരവസ്ഥ പോലെ തോന്നല്. പിന്നെ അടുത്ത ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. അതാണ് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിന്റെ ഇതിനകത്ത് വരുന്നത്. നോക്കിയേ, അവിടെ എന്താ, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ യൂറിനേഷൻ, മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, എന്താ യൂറിൻ പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും, അല്ലെങ്കിൽ അവിടെ ബേണിംഗ്, ഒരു പുകച്ചിലൊക്കെ അനുഭവപ്പെടാം. ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും? വന്നിട്ടുണ്ടാ? യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാ? ഇല്ലേ? ഇല്ല ടീച്ചർ.
ഇല്ല അല്ലെ? ഓ, വരാതിരിക്കട്ടെ. അപ്പൊ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഇപ്പൊ വേനൽ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കലൊക്കെ കുറവാകുമ്പോഴത്തേക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര ആണ് എന്താ പറയാ, ഇൻഫെക്ഷൻ മൂത്രത്തില് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മൂത്രം ഒഴിക്കാനായിട്ട്, യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാം. അല്ലെങ്കിൽ അവിടെ നമുക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ചെന്നിരുന്ന യൂറിൻ പോകണമെന്നില്ല. അപ്പൊ അവിടെ ഭയങ്കര പുകച്ചിലും വേദനയൊക്കെ ഉണ്ടാക്കാം. എന്താണ് ബേണിംഗ് വിത്ത് യൂറിനേഷൻ? യൂറിനേഷൻ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ പുകച്ചില്, അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, യൂറിൻ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. ചിലപ്പോൾ യൂറിൻ പോകാനായിട്ട് പറ്റില്ല, അത് പുകച്ചിലും വേദനയൊക്കെ അങ്ങനെ ഉണ്ടാക്കും. അത് അടുത്തത് ഹെഡ് ഏക്ക്, തലവേദന. പിന്നെ അടുത്താണ് നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നല്ലോ നോസിയ. നോസിയ എന്നാ? ഓക്കാനം, വൊമിറ്റ് ചെയ്യാനുള്ളൊരു ഓക്കാനിക്കല് ടെൻഡൻസി. നോസിയ, വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ, വയറിളക്കം. ഇതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്, നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആണ്. അപ്പൊ ഒന്ന് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, cough, feeling of suffocation, burning with urination or difficulty in urination, headache, nausea, vomiting, diarrhea. ഒന്ന് വായിച്ചു നോക്കിയേ വേഗം അതിന്റെ സിംറ്റംസ്. സിംറ്റംസ് കിട്ടിയാ? കുഴപ്പമില്ലല്ലോ, അത് വായിച്ചറിയാലോ. ഏതൊക്കെയായിരുന്നു സിംറ്റംസ് വരുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, cough, feeling of suffocation, burning with urination, urination or difficulty in urination, headache, nausea, vomiting, diarrhea. Okay. Next നോക്കിയേ. Next one. People who experience new symptoms in the course there say may also experience pain and irritation at the infection site. അത് full stop ഉണ്ട് ട്ടോ അവിടെ. Infection site. Okay. People who receive or develop new symptoms, പുതിയ സിംറ്റംസ് ഇതല്ലാതെ വേണമെങ്കിൽ അവർക്ക് വരാം. എങ്കിലും ഈ കോഴ്സ് സമയത്ത് നമ്മൾ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അഫക്ട് ചെയ്യുന്ന സമയത്ത് പുതിയ ലക്ഷണങ്ങളൊക്കെ അവർക്ക് അനുഭവപ്പെടാം. അപ്പൊ അവർക്ക് നോക്കിയേ, ആൻഡ് ദർ സേ, അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ മേ ഓൾസോ എക്സ്പീരിയൻസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ അറ്റ് ദ ഇൻഫെക്ഷൻ സൈറ്റ്. ഇൻഫെക്ഷൻ സൈറ്റില് ഇൻഫെക്ഷൻ സംഭവിച്ച ഭാഗത്ത് പെയിനും അതുപോലെ തന്നെ ഇറിറ്റേഷനും ഉണ്ടാകാം. ഇത് എക്സാമ്പിൾ ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോ ആ ഭാഗത്ത് എന്താ, അതൊരു എക്സ്പീരിയൻസ് ആണ്. പെയിൻ ഉണ്ടാകാം, അതുപോലെ തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാം. നമുക്ക് എപ്പോഴും ഒരു ചൊറിച്ചില് അല്ലെ അങ്ങനെയുള്ള വേദന, പുകച്ചില്, അങ്ങനെയുള്ള ഒരു ഇറിറ്റേഷനൊക്കെ അനുഭവപ്പെടാം അറ്റ് ദ ഇൻഫെക്ഷൻ സൈറ്റില്. മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്, പലർക്കും പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടാം. അതായത് എല്ലാരും നമുക്ക് എന്താണ്, ഇതൊക്കെ പ്രകടമായതാണ്, നമുക്ക് ഇൻഫെക്ഷൻ ആണെന്ന് അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്താ പറയാ, ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഐഡന്റിഫൈ ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. പലർക്കും പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. Many will experience noticeable symptoms. നമുക്ക് നോട്ട് ചെയ്യാം എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്, അല്ലെങ്കിൽ സിംറ്റംസ് നോക്കിയിട്ട് നമുക്ക് ഇത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് പീപ്പിൾ ഹു എക്സ്പീരിയൻസ് ന്യൂ സിംറ്റംസ് ഇൻ ദ കോഴ്സ് they say may also experience. അതുകൂടാതെ അവർ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ അറ്റ് ദ ഇൻഫെക്ഷൻ സൈറ്റ്. ആ ഇൻഫെക്ഷൻ സൈറ്റിലെ വേദനയും അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ വരാം. Many will experience നോട്ടീസബിൾ സിംറ്റംസ്, പലർക്കും ഇത് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാം.
ഇനി നോക്കി നല്ല ഭംഗിയുള്ള ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. എന്താന്ന് നോക്കിയേ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ പല ചാൻസും കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാന്ന് പറഞ്ഞു. അതിന്റെ സോഴ്സ് എവിടെയാണ്, അതിന്റെ ഉറവിടം ഏതൊക്കെ വേസിലാണ് ഹോസ്പിറ്റലിൽ നിന്നും ഈ ഇൻഫെക്ഷൻ ഒരു പേഷ്യന്റിന് കിട്ടുന്നത്. ഇപ്പൊ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാര്യം കൊണ്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷനാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പേഷ്യന്റിന് എവിടെ നിന്നൊക്കെ ആ ഇൻഫെക്ഷൻ കിട്ടാം, അതിന്റെ സോഴ്സ് എവിടെയാണ്, അതിന്റെ ഉറവിടം എവിടെയൊക്കെയാണ്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ആ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരുന്ന ആ സോഴ്സ് എവിടെയാണ് നോക്കിയേ. ഫസ്റ്റ് വണ്ണ് നോക്കിയേ, ഏറ്റവും താഴെ നമുക്ക് പോകാം, പോലെ പോകാം. നമുക്ക് താഴെ നോക്കിയേ, അതർ പേഷ്യൻസ്. ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ഓക്കെ, മറ്റുള്ള പേഷ്യൻസുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇപ്പൊ വാർഡൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ പേഷ്യൻസ് ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ള പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. രണ്ടാമത്തെ നോക്കിയേ, വിസിറ്റേഴ്സ്. നമ്മള് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ മതി, അപ്പൊ തന്നെ നമ്മുടെ ബന്ധുക്കള് മൊത്തം ഓടി വരും അല്ലെ, റിലേറ്റീവ്സ് ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരും. അപ്പൊ അങ്ങനെയുള്ള വിസിറ്റേഴ്സിൽ നിന്ന് ഈ ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് മിക്ക ഹോസ്പിറ്റലിലൊന്നും അധികം വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. ഒരു പേഷ്യന്റിന്റെ കൂടെ ഒരാളെ മാത്രം അവര് നിർത്തുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എല്ലാ കുറെ ആളുകൾ എപ്പോഴും വിസിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ആ പേഷ്യന്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ രണ്ട് ചാൻസ് ഏതൊക്കെയാ പറഞ്ഞ, സോഴ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ അതർ പേഷ്യൻസ്, മറ്റുള്ള രോഗികളിൽ നിന്ന്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള മറ്റുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം, അല്ലെങ്കിൽ വിസിറ്റേഴ്സിൽ നിന്ന് വരാം, നമ്മളെ സന്ദർശിക്കുന്ന വിസിറ്റേഴ്സിൽ നിന്ന് വരാം. ഇനി അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ പേഴ്സണൽസ്. ഹോസ്പിറ്റൽ പേഴ്സണൽസ്, ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്ന്, അവരുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന്, ഹോസ്പിറ്റൽ പേഴ്സണൽസ്. പിന്നെ അടുത്തത് സർജിക്കൽ പ്രൊസീജിയർ. സർജിക്കൽ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞല്ലോ, സർജറി വഴി സർജറി ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻഫെക്ഷൻ, ആ ഒരു വൂണ്ടിലൂടെ ഇൻഫെക്ഷൻ വേണമെങ്കിൽ വരാം, സർജിക്കൽ പ്രൊസീജിയറിലൂടെ വരാം. ഇപ്പൊ സിസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആ സർജിക്കൽ പ്രൊസീജിയറിന് ഉപയോഗിക്കുന്ന സിസേഴ്സ് അത് പ്രോപ്പറായിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ അതിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത എയർ, നമ്മൾ സംസാരിക്കുമ്പോൾ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ, നമ്മുടെ വായു കൂടെ വരാം ഇൻഫെക്ഷൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. പിന്നെ വാട്ടർ, ഫുഡ്. വാട്ടറിൽ കൂടെയും ഫുഡിൽ കൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും, പഴകിയ ഭക്ഷണമോ അതുപോലെ തന്നെ നല്ല തിളപ്പിക്കാത്ത വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അങ്ങനെയുള്ള ഫുഡിൽ കൂടെ ഈ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, വാട്ടർ, ഫുഡ്. ആറ്റിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ തിളപ്പിക്കാത്ത നല്ല പ്യുവർ അല്ലാത്ത വാട്ടർ അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, മലിനമായിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ വരാം. അല്ലെങ്കിൽ നല്ല ഫുഡല്ല, പഴകിയ ഭക്ഷണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഫുഡിൽ കൂടെയും ഇൻഫെക്ഷൻ വരാം. അതും ഒരു സോഴ്സ് ആണ്. അടുത്ത് നോക്കിയേ, പേഷ്യൻസ് നോർമൽ ഫ്ലോറ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് ഡിസീസ് ഒന്നും ഉണ്ടാക്കാത്ത ചില മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ആ ഇതിൽ നിന്ന് വേണമെങ്കിൽ വരാം. ഡിസീസസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് വിച്ച് കോസ് എനി ഡാമേജ് ടു അവർ ബോഡി, നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ നമുക്കോ ഡാമേജ് ഒന്നും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കാത്ത കുറച്ച് ഓർഗാനിസംസ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്തത് ഫോമിറ്റീവ് കണ്ടാമിനേഷൻ. ഫോമിറ്റീവ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ മറ്റുള്ള ഒബ്ജക്റ്റുകള്, എന്തെങ്കിലും ഒബ്ജക്റ്റുകള്, ഡിഷ്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, അതുപോലെ തന്നെ ബുക്ക്, ഡോർ എപ്പോഴും നമ്മൾ തുറക്കാനായിട്ട് ഡോർ നോബ്, ഈ കൈപ്പിടിയില്ലേ എന്താ ഡോറിന്റെ നോബ്, അപ്പൊ അതിപ്പോ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരാള് അത് പിടിച്ചു കഴിഞ്ഞാൽ നോബ്, ആ ഡോർ നമ്മൾ ചെന്ന് തുറക്കുകയാണെങ്കിൽ ആ അതിൽ കൂടെ വരാം. അങ്ങനെ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡോർ നോബ്, പിന്നെ അതുപോലെ തന്നെ സ്വിച്ചുകള്, പ്ലഗ് സ്വിച്ച് ഇടൂലേ, സ്വിച്ച് ഇട്ട് അങ്ങനെ സ്വിച്ചുകള്, അങ്ങനെയുള്ള എന്തായിക്കോട്ടെ, അങ്ങനെയുള്ള ഏതാണ് ആ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. അതാണ് ഫോമിറ്റീവ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ഡിഷുകള്, പാത്രങ്ങള്, സ്വിച്ചുകള്, അല്ലെങ്കിൽ ഡോർ നോബ്, വാതില്, കൈപ്പിടികള്, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബെഡിന്റെ ആ റെയില്, അതിൽ കൂടെ
അപ്പൊ അങ്ങനെയുള്ള അതിൽ കൂടെയൊക്കെ നമുക്ക് വരാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. ഡിവൈസുകൾ, അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെ, അല്ലെങ്കിൽ ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. കത്തീറ്റർ എന്ന് പറഞ്ഞല്ലോ ചെറിയ ട്യൂബ്, നാരോ ട്യൂബാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിൽ കൂടെ വരാം. ഇപ്പൊ നമ്മള് ഇപ്പൊ യൂറിനറി കത്തീറ്റർ നമ്മൾ പറഞ്ഞല്ലോ, മൂത്രം പോകാനിടുന്ന ആ ട്യൂബ്, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലോക്ക് മാറ്റാനൊക്കെ നമ്മൾ അവിടെ കത്തീറ്റർ യൂസ് ചെയ്യും. അങ്ങനെ പല, പിന്നെ ഇത് ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ഇതൊക്കെ ചെയ്യുമ്പോൾ അതും ഒരു തരത്തിലുള്ള ട്യൂബ് കുഴലുകളാണല്ലോ ഇടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന കത്തീറ്റർ ഏതായിക്കോട്ടെ, അങ്ങനെയുള്ള കത്തീറ്റർ വഴി, മറ്റുള്ള ഡിവൈസുകൾ വഴി അങ്ങനെയൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഈ ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് ആണെന്ന് പറയാം. എത്ര സോഴ്സ് നമ്മൾ പറഞ്ഞു? 9 പറഞ്ഞിട്ടുണ്ട് അല്ലെ? വേഗം നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം. ഓക്കെ, ഏതൊക്കെയായിരുന്നു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ? നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സോഴ്സുകൾ ഏതൊക്കെയാ? വേഗം പറഞ്ഞോ, ഏതൊക്കെ സോഴ്സുകളാണ്? സോഴ്സുകൾ പറ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ഏതൊക്കെയാ സോഴ്സുകള്? അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്. സ്റ്റാർട്ടിങ് ട്രബിൾ ആണല്ലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്താ പിന്നെ പോന്നോളൂ. അതർ പേഷ്യൻസിൽ നിന്ന് വരാം, പിന്നെ സന്ദർശകരിൽ നിന്ന് വരാം, വിസിറ്റേഴ്സിൽ നിന്ന് വരാം, പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്നോ മറ്റുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വരാം, പിന്നെ സർജിക്കൽ പ്രൊസീജിയർ, സർജറി വഴി അങ്ങനെ വരാം, പിന്നെ എയറിൽ കൂടെ വരാം, പിന്നെ വാട്ടർ ഓർ ഫുഡ്, വാട്ടർ അല്ലെങ്കിൽ ഫുഡിൽ കൂടെ വരാം. പേഷ്യൻസ് നോർമൽ ഫ്ലോറ, നമ്മുടെ ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് വരാം. പിന്നെ വോമിറ്റീവ് കണ്ടാമിനേഷൻ, മറ്റുള്ള ഒബ്ജക്റ്റുകൾ അല്ലെ, അതാണ് ഞാൻ പറഞ്ഞല്ലോ, അതിന് എക്സാമ്പിൾ പറഞ്ഞു. ഡിഷുകള്, പിന്നെ അതുപോലെ തന്നെ സ്വിച്ചുകള്, അല്ലെങ്കിൽ ഡോർ നോബുകള്, അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ വരാം. പിന്നെ ലാസ്റ്റ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ, നമ്മൾ അത് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങള്, ഇതൊക്കെ അതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. ഇതൊക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഒരു സോഴ്സുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്കിപ്പോ ക്ലാസ് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് എടുക്കുന്നില്ല. ഇത്രയും കാര്യങ്ങള് അടുത്ത ക്ലാസ്സിൽ, ഇനി നെക്സ്റ്റ് നമുക്ക് ട്യൂസ്ഡേ അല്ലേ ക്ലാസ് വരുന്നേ, അപ്പത്തേക്കും നിങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. വായിച്ചു നോക്കാം എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, അതിന്റെ വേർഡിന്റെ മീനിങ് എന്താണ്, എപ്പോഴൊക്കെയാണ്, ഏതൊക്കെയാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ആ സ്കിൻ ഡിസീസ് കൂടി ചേർക്കണം കേട്ടോ. സ്കിൻ ഇൻഫെക്ഷൻ കൂടി നിങ്ങൾ എഴുതി ചേർക്കുക. പിന്നെ അതിന്റെ സിംറ്റംസുകളാ പിന്നെ പറഞ്ഞത്, സിംറ്റംസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ സോഴ്സാ പറഞ്ഞത്, സോഴ്സ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ കുറച്ച് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോ ഇന്ന് തന്നെ നിങ്ങളൊന്ന് വായിച്ച് വെക്കുക. നെക്സ്റ്റ് ട്യൂസ്ഡേക്ക് ഒന്ന് വായിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത്ര എടുത്തതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ടീച്ചർ. ഓക്കെ, ബൈ. താങ്ക് യു ടീച്ചർ. താങ്ക് യു. വേഗം പോയി ഫുഡൊക്കെ കഴിച്ചോ കേട്ടോ. ഓക്കെ, താങ്ക് യു.